അതായത് COPD എന്ന് പറഞ്ഞാൽ ഒബ്സ്ട്രക്ഷൻ ആണ്, തടസ്സമാണ്. അപ്പോൾ ശ്വാസതടസ്സമാണ് ഏറ്റവും പ്രധാന ലക്ഷണം. അപ്പോൾ ആ ശ്വാസതടസ്സം എങ്ങനെ അനുഭവപ്പെടുന്നു എന്നനുസരിച്ചാണ് നമ്മൾ ലക്ഷണങ്ങൾ വെച്ചിട്ട് അതിൻ്റെ ഒരു ഘട്ടം പറയുന്നത്. ഒന്നാമത്തേന്ന് പറയുന്നത് രോഗിക്ക് ഇത് കയറ്റം കയറുമ്പോഴോ പടികൾ കയറുമ്പോഴോ അധ്വാനമുള്ള ജോലികൾ ചെയ്യുമ്പോഴൊക്കെ കിതപ്പ് അനുഭവപ്പെടുക, ശ്വാസതടസ്സം അനുഭവപ്പെടുക. അതാണ് ഏറ്റവും സിവിയറിറ്റിയിൽ ഏറ്റവും ലോ ആയിട്ടുള്ളത് നമ്മൾ പറയുന്നത്. രണ്ടാമത്തേന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നു, കൂടെ നടക്കുന്ന ഒരാളൊപ്പം നടക്കുമ്പോൾ ആ ആളിൻ്റെ സ്പീഡിൽ നമുക്ക് എത്താൻ പറ്റുന്നില്ല, കുറച്ച് ദൂരം അതായത് നടക്കുകയാണ്, നമ്മൾ കയറ്റം കയറുകയോ എക്സേർഷൻ ഒന്നും ഇല്ലാത്തതാണ്, ചെറിയ രീതിയിലുള്ള നടത്തത്തിലൊക്കെ തന്നെ നമുക്ക് ശ്വാസതടസ്സം അനുഭവപ്പെടുന്നു. അത് ഒരു സിവിയറിറ്റിയിൽ നമ്മൾ ആദ്യത്തേനേക്കാളും കുറച്ചുകൂടി കുറഞ്ഞതാണ്. ഇനി മൂന്നാമത്തേന്ന് പറഞ്ഞാൽ അതായത് ഇപ്പോൾ ഒരാൾ നമ്മുടെ ഡെയിലി ലിവിങ് ആക്ടിവിറ്റീസ്, കുളിക്കുക, വസ്ത്രം ഇടുക, അങ്ങനെ കുറച്ച് മൂവ്മെൻറ്റ് വേണ്ടിയിട്ടുള്ള കണ്ടീഷനിൽ തന്നെ ശ്വാസതടസ്സം അനുഭവപ്പെടുകയും കിതപ്പ് അനുഭവപ്പെടുകയും ശരിക്കും ശ്വാസം വിടാൻ പറ്റാതെ വരികയും ചെയ്യുന്ന അതാണൊരു മൂന്നാമത്തേത്. പിന്നീടുള്ളത് വെറുതെ ഇരിക്കുമ്പോൾ തന്നെ, അതായത് ഒരു ക്രോണിക് കണ്ടീഷൻ സിവിയറിറ്റി ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ കണ്ടിരിക്കും വല്ലാതെ ശ്വാസം എടുത്ത് വിടാൻ ബുദ്ധിമുട്ടുകയും ഒരു എക്സേർഷനും ഇല്ലാതെ ഒരു സ്ട്രെയിനുള്ളൊരു ജോലിയും ചെയ്യാതിരിക്കുമ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ തന്നെ ശ്വാസതടസ്സം അനുഭവപ്പെടുന്നു. ഇങ്ങനെയാണ് നമ്മൾ 4 ഘട്ടങ്ങളായി തിരിക്കുന്നത്.